രാജ്കുമാറിന്റെ വക്കാലത്തായിട്ടാണ് ഏഷ്യാനെറ്റ് വന്നിരിക്കുന്നത്. അന്നേരം എനിക്ക് ഏഷ്യാനെറ്റിനോട് പറയേണ്ട ആവശ്യമില്ല. അത് നേരിട്ട് വന്ന് ചോദിച്ചാൽ മറുപടി പറയും. അല്ല, ഏഷ്യാനെറ്റ് ഇടനില നിൽക്കേണ്ട UDFന്റെ കേട്ടോ. നിങ്ങൾ വരൂ, ഞാൻ കാണിച്ചു തരാം പൂർത്തിയായ പദ്ധതി കേട്ടോ. സർ നമസ്കാരം. സർ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്ക് 5 വർഷങ്ങൾക്ക് ശേഷം രോഗിയുടെ വയറ്റിൽ കത്രിക കണ്ടെത്തിയ സംഭവം ഇതൊരു ഒറ്റപ്പെട്ട മെഡിക്കൽ എറർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇത് പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന്റെ ആഴത്തിലുള്ള ഒരു സ്ട്രക്ചറൽ ഫെയിലിയറിന്റെ ഒരു പ്രതിഫലനമല്ലേ ഇത്? ഇത് മൊത്തത്തിലുള്ള പ്രശ്നങ്ങളുടെ ഒരു പ്രതിഫലനമാണ്, അത് യാതൊരു സംശയമില്ല. മൊത്തത്തിൽ ആരോഗ്യവകുപ്പില് കെടുകാര്യസ്ഥത, ആരോഗ്യവകുപ്പില് കൃത്യമായ ഭരണം നടക്കാത്തതുകൊണ്ടുണ്ടാകുന്ന തിക്കും തിരക്കും, ഡോക്ടർമാർക്ക് പ്രോട്ടോകോൾ പാലിക്കാനുള്ള സാവകാശമില്ലായ്ക, ആവശ്യം ഡോക്ടർമാരും നഴ്സുമാരും ഇല്ലാത്തത്, എല്ലാം കൂടെ ചേർന്നുണ്ടാക്കുന്ന ഒരു രോഗലക്ഷണമാണ് ഈ സംഭവം. രോഗം എന്ന് പറയുന്നത് സിസ്റ്റത്തിനാണ്. ആരോഗ്യവകുപ്പ് മൊത്തം രോഗബാധിതമാണ്. പ്രതിപക്ഷ നേതാവ് പറയാറുണ്ടല്ലോ ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണെന്നുള്ളത്. വെന്റിലേറ്ററിൽ ആ കിടക്കുന്ന അവസ്ഥയാണ്. അപ്പൊ സിസ്റ്റത്തിന്റെ മന്ത്രി തന്നെ പറഞ്ഞു, അറിയാതെ പറഞ്ഞു പോയതാണ് സിസ്റ്റം തകരാറാണ്. അതാണ് യാഥാർത്ഥ്യം. ആ സിസ്റ്റം നമുക്ക് വലിയ മാരക രോഗങ്ങൾ വരുമ്പോഴത്തേക്ക് ലക്ഷണം പനിയായിരിക്കും. ഇപ്പൊ ക്ഷയരോഗം വന്നാലും ക്യാൻസർ വന്നാലും വൈറൽ പനി വന്നാലും കോവിഡ് വന്നാലും ലക്ഷണം പനിയാണ്. അപ്പൊ അതിന് പനി കൊണ്ടാൽ മനസ്സിലാകേണ്ടത് താഴെ എന്തോ രോഗമുണ്ട്, ശരീരത്തിൽ എന്തോ രോഗമുണ്ട്, അത് പരിഹരിക്കപ്പെടേണ്ട രോഗമാണെന്നാണ് മനസ്സിലാക്കണം. അപ്പൊ ഇത് മനസ്സിലാകാത്ത ആരോഗ്യവകുപ്പിന്റെയും സർക്കാരിന്റെയും മന്ത്രിയുടെയൊക്കെ പ്രശ്നം. അവര് പനി വരുമ്പോ പനി തണുപ്പിക്കാനായിട്ട് അവിടെ ദേഹത്ത് നനച്ചു കൊടുക്കുന്ന പോലെ ഒക്കെയാണ് ചെയ്യുന്നത്. രോഗം എന്താ, അടിസ്ഥാന രോഗം അറിയാൻ രോഗം ഉണ്ടെന്ന്, പക്ഷെ രോഗം എന്താണെന്ന് പരിശോധന നടത്തുന്നില്ല. ഹലോ, കേൾക്കാം. ഓക്കെ സർ. സർ, ഇവിടെ ഇപ്പൊ എപ്പോഴും മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം റിപ്പോർട്ട് തേടി എന്ന വാക്കിനപ്പുറത്തേക്ക് മന്ത്രി വീണ ജോർജിന്റെ വായിൽ നിന്ന് നമ്മൾ വേറൊരു കാര്യം ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. തമാശയാണ്. ശരിക്കൊരു റൈറ്റ് ഇൻഫർമേഷൻ ഒരു കടലാസ് പോകേണ്ടതാണ്. ഇതുവരെ നടന്ന അന്വേഷണം 40-ൽ പരം അന്വേഷണം നടന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ റിപ്പോർട്ടുകൾ എന്താണ്, എന്ത് നടപടി എടുത്തു എന്ന് ആരെങ്കിലും മന്ത്രിയോട് ചോദിക്കേണ്ട. ആരോ തമാശക്ക് പറയുന്നത് കേട്ട് ഈ അന്വേഷണ വകുപ്പ് മന്ത്രിയാണ്, ആരോഗ്യവകുപ്പ് മന്ത്രിയല്ല. ആ രീതിയിലേക്ക് ഒരു വകുപ്പ് നശിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞാല് ഈ മന്ത്രിമാർക്ക് ഒരു ലീഡർഷിപ്പ് റോളേ ഉള്ള ആരോഗ്യവകുപ്പില്. നമ്മുടെ ഇപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ DGP അല്ലേ വകുപ്പ് നിയന്ത്രിക്കുന്നത്. അതുപോലെ അല്ല ലാത്തിചാർജ് ഉത്തരവിടുന്ന മന്ത്രിയാണ്. അപ്പൊ ഇവിടെ മന്ത്രിമാർ കഴിഞ്ഞ കുറെ വർഷമായിട്ട് അവരുടെ വൺ മാൻ ഷോയ്ക്ക് പറ്റിയ വകുപ്പായിട്ട് മാറ്റിക്കളഞ്ഞു. എവിടെയെങ്കിലും ഡോക്ടർമാർ നിപ്പ കണ്ടുപിടിച്ച് മനുഷ്യർ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ നഴ്സുമാരെ രക്ഷപ്പെടുത്തുമ്പോ മന്ത്രി ഓടിപ്പോയി സിനിമ എടുത്തിട്ട് ഞാൻ വെടിവെച്ചിട്ടാണ് നിപ്പ പോയത്. ഇത്തരം നാടകങ്ങൾ, വൃത്തികെട്ട നാടകങ്ങൾ മന്ത്രിമാർ കാണിക്കാൻ തുടങ്ങി. ഇവിടെ മന്ത്രിത്വമില്ലാത്ത കാലം ഉണ്ടായിരുന്നു, ഗവർണർ ഭരണം ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. അതുകൂടെ വന്ന് മെഡിക്കൽ കോളേജെല്ലാം പൂട്ടിയിട്ടു, ആശുപത്രികൾ പൂട്ടിയിട്ടു. ഇവിടെ മന്ത്രിയില്ല എന്ന് പറഞ്ഞിട്ട് മന്ത്രി വകുപ്പ് പ്രവർത്തിക്കായിരിക്കും. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന വലിയ ചരിത്രമുള്ള പാരമ്പര്യമുള്ളൊരു വകുപ്പാണ്. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞാൽ. ഇതിന് ആവശ്യം പോലെ അഡീഷണൽ ഡയറക്ടർമാരുണ്ട്, ജില്ലയിലെ DMOമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുണ്ട്, ഏറ്റവും താഴെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരുണ്ട്. അവരെ സഹായിക്കാനായിട്ട് നമ്മുടെ ആശാ വർക്കർമാരുണ്ട്, അംഗൻവാടി വർക്കർമാർ ആരോഗ്യ പ്രവർത്തനത്തിൽ ഇടപെടുന്നുണ്ട്, പഞ്ചായത്തുകൾ സഹായിക്കുന്നുണ്ട്. ഈ വകുപ്പിനെ വെറുതെ വിട്ടാൽ, ഇവര് അറിവില്ലാത്തവരെ നിയന്ത്രിക്കാൻ വെറുതെ വിട്ടാൽ തന്നെ ഈ വകുപ്പ് നന്നായി. ആരോഗ്യവകുപ്പ് ഡയറക്ടർമാരുടെ പേരിലായിരുന്നു ഈ ആരോഗ്യവകുപ്പ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ നമുക്കാർക്കും ആരോഗ്യവകുപ്പ് ഡയറക്ടർ അറിയാം, കണ്ടിട്ടെങ്കിലും ഉണ്ടോ? കുറെ വർഷം ഒഴിഞ്ഞു കിടന്ന പോസ്റ്റ്. ഇതാണ് പ്രശ്നം. മന്ത്രിമാര് അവർക്ക് അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും പിന്നെ PR വർക്കിനും പറ്റിയ വകുപ്പായിട്ട് മാറ്റിക്കളഞ്ഞു. അതാണ് തകർച്ച. ഉറപ്പായിട്ടും സർ. ഇവിടെ നമ്മുടെ സർജിക്കൽ സേഫ്റ്റി ചെക്ക് ലിസ്റ്റ് WHO നിർബന്ധമാക്കണമെന്ന് കുറെ നാളുകളായിട്ട് വിദഗ്ധർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇതുവരേക്കും അത്തരത്തിലൊരു കാര്യം ഉണ്ടായതായിട്ട് അറിവില്ല. അത് പ്രശ്നം എന്താ, അതാണ് ഞാൻ പറഞ്ഞത്. പ്രോട്ടോകോൾ നടപ്പാക്കണമെങ്കിൽ ബാക്കിയുള്ള ഭൗതിക സാഹചര്യങ്ങൾ വേണ്ടേ? ഒരു സ്ഥലത്ത് അപകടം പറ്റിക്കഴിഞ്ഞാൽ 10 മിനിറ്റിനകത്ത് ആംബുലൻസ് എത്തണമെന്ന് പറഞ്ഞാൽ ആംബുലൻസ് വേണ്ടേ? ആംബുലൻസ് ഉണ്ട്, ഡ്രൈവർ വേണ്ടേ? അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ 5 പോലീസുകാർ വേണമെന്ന് പറഞ്ഞാൽ പ്രോട്ടോകോളാണ് വിചാരിക്കുക. പോലീസുകാരെ കൊടുക്കാതെ കടം വാങ്ങിക്കാൻ പറ്റും വഴിയെന്ന്. ഇതാണ് സംഭവിച്ചത്. ഈ പ്രോട്ടോകോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഈ പ്രോട്ടോകോൾ പാലിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ പ്രോട്ടോകോളും പാലിക്കുന്നത് അതിന്റെ പുറത്തൊരു രോഗി വന്ന് മറിയുകയാണ്. 200 പേരെ നോക്കാൻ പറ്റുന്ന കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് 700 പേരുടെ ഒരു ദിവസം നോക്കും, 2 ഡോക്ടർമാരൊക്കെ ചേർന്ന്. അവരോട് പേര് ചോദിക്കാൻ സമയം കിട്ടില്ലല്ലോ. അപ്പൊ ഈ പ്രോട്ടോകോൾ വേണമെന്നുള്ള പ്രോട്ടോകോൾ ലംഘനമാണ് ഇവിടെ നടക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലോകം മുഴുവൻ നാണക്കേടാവും. ഇവിടെ ഹെൽത്ത് ടൂറിസത്തിന് വരുന്ന ആൾക്കാർ പോലും വരാതാവും. ഇവിടെ പഠിച്ചവർക്ക് ജോലി കിട്ടാതാവും പുറത്തു നിന്ന് കഴിഞ്ഞാൽ. ഇതൊന്നും പഠിക്കാതെ പോകുന്നു, അല്ലെങ്കിൽ ഇതൊന്നും കാണാതെ പരിശീലിക്കാതെ പോവുക എന്ന് പറഞ്ഞാൽ അതെല്ലാ രംഗത്തും ഈ ഗവൺമെന്റ് ഡൈല്യൂട്ട് ചെയ്ത് അവരെ സ്വജനപക്ഷപാതം നടത്തി അവർക്ക് വേണ്ട കുറെ CPM-കാരെ എല്ലാ പോസ്റ്റിലും വെച്ചിട്ട് ആരോഗ്യവകുപ്പിൽ ഉൾപ്പെടെ. ഡോക്ടർമാരെ നിയമിക്കുന്നതിൽ പോലും രാഷ്ട്രീയമാണ്. പാർട്ടി ഓഫീസർ ലിസ്റ്റ് അനുസരിച്ചാണ് നിയമിക്കുന്നത്. പഴയ DYFI-ക്കാരും SFI-ക്കാരും ആയിരുന്ന ഡോക്ടർമാരാണ് ആരോഗ്യവകുപ്പിൽ പോലും നിയന്ത്രണം നടത്തുന്നത്. ഭയങ്കര ഇതെല്ലാം പറയുന്ന കാര്യമാണ്. പിന്നെ ആരോഗ്യമന്ത്രി ചില സമയത്ത് നമുക്ക് തോന്നുന്ന ഇവരെ കുറ്റം കൊണ്ട് കാര്യമില്ല. കാരണം അവരുടെ കയ്യിലേ അല്ലേ ഈ ഭരണം. സാധാരണ പ്രൈവറ്റ് സെക്രട്ടറിമാരെ ചെന്ന് കാണുമ്പോൾ പ്രൈവറ്റ് സെക്രട്ടറിമാർ കാര്യമെല്ലാം കേട്ട് പറയും മന്ത്രികളെ ഒന്ന് കണ്ടേക്കെന്ന് പറയും. മന്ത്രി തിരിച്ചാണ് പറയുന്നത് പ്രൈവറ്റ് സെക്രട്ടറി ഒന്ന് കണ്ടിട്ട് പോകണമെന്ന് പറയും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവര് നിരപരാധിയാണ്. പക്ഷേ അങ്ങനെയുള്ളൊരു രാജിവെച്ച് ഒഴിയണം. മന്ത്രിയായിട്ട് പ്രവർത്തിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അവർ എന്നെ കൊണ്ട് പണിക്ക് ഞാൻ ഇല്ലാന്ന് പറയണം. ഇതിപ്പോ അത് അവരും പറയില്ല. അപ്പൊ പല അതെ, ഉറപ്പായിട്ടും സർ. അത് ആരോഗ്യമന്ത്രിക്കെതിരെ വിമർശനാത്മകമായിട്ട് നമ്മളൊരു വാർത്ത ചെയ്താൽ പോലും പരാതിക്കാരൻ പോലും ഈ നേരിട്ട് മന്ത്രിയല്ല നമുക്കെതിരെ പരാതി തരുന്നത്. ആ പരാതി കൊടുക്കുന്നത് പോലും മാനനഷ്ടത്തിന് പരാതി കൊടുക്കുന്നത് പോലും ഈ പറയുന്ന പ്രൈവറ്റ് സെക്രട്ടറിമാരാണ് ഇപ്പോ. ആണ്. അല്ല, ഞാനിപ്പോ നമ്മള് സയന്റിഫിക് ആയിട്ട് എഴുതുന്ന ആർട്ടിക്കിൾ, ലേഖനം, അത് മന്ത്രിക്കും വായിച്ചാൽ ഉപയോഗപ്പെടുന്നതായിരിക്കും. എല്ലാ മന്ത്രിമാരും എല്ലാം അറിഞ്ഞിട്ടല്ല വരും. നമുക്കും എല്ലാം എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് നന്നായിട്ട് അറിയുന്നൊരു വിഷയം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തിരികെ വിളിക്കുന്നത്. മന്ത്രിയെ ജയിക്കുന്നതെന്ന് പലപ്പോഴും തോന്നും. കാരണം മന്ത്രിയുടെ സ്റ്റാഫിലുള്ള ആരോഗ്യവകുപ്പിലുള്ള ഡോക്ടർമാര് വലിയ സ്ഥാനത്തിരിക്കുന്നവർ വന്നിട്ട് എന്നെ പറ്റി ആക്ഷേപം പറയും. എന്തൊരു നാണക്കേടാണ്. ഇവന്മാർക്ക് ഇതൊന്നും സയൻസ് പറഞ്ഞാൽ മനസ്സിലാത്ത കുറച്ച് പേരാണ് ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. എന്നിട്ട് അവരുപയോഗിക്കുന്നത് മറ്റുള്ളവരെ ആക്രമിക്കാനായിട്ടാണ്. ആരോഗ്യമന്ത്രി നമുക്ക് ഈ വീണ ജോർജ് മാഡം അല്ലെങ്കിൽ വേറൊരാൾ വരും. ആരോഗ്യമന്ത്രിനെ പറഞ്ഞ 5 വർഷത്തേക്കുള്ള തൽക്കാല അറേഞ്ച്മെന്റ് ആണ്. ആരോഗ്യമന്ത്രി വീഴും പോവുകയും ചെയ്യും. ആരോഗ്യവകുപ്പ് അവിടെ നിൽക്കും. ആരോഗ്യവകുപ്പ് സ്ഥിരമാണ്. അപ്പൊ ഞാൻ മരിക്കുന്നവരെ ഞാൻ മുൻ ഡോക്ടർ ആവില്ല. അവർ മുൻ മന്ത്രിയാകും കുറച്ച് കഴിയുമ്പോൾ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാലത്ത് മന്ത്രിയായാലും അവർക്ക് ആരോഗ്യവകുപ്പ് കിട്ടണമെന്നില്ല. അപ്പൊ അവർക്ക് 5 വർഷത്തേക്കുള്ള ഒരു താൽക്കാലിക ചുമതലയാണ്. എല്ലാ മന്ത്രിമാർക്കും അങ്ങനെ. അപ്പൊ ഈ നമ്മൾ ആരോഗ്യവകുപ്പിനെ വിമർശിക്കുമ്പോൾ തിരുത്താൻ നോക്കുന്നവർ അവര് വ്യക്തിപരമായിട്ടെടുത്ത് നമ്മളെ തിരിച്ച് വ്യക്തിപരമായിട്ട് ആക്രമിക്കാൻ ആളെ വിടുന്നതെന്ന് പറഞ്ഞാൽ അറിവുകേടാണ്. രാഷ്ട്രീയത്തിലെ പരിചയക്കുറവാണ്. ഉറപ്പായിട്ടും സർ. ശരിക്കും ഇങ്ങനത്തുള്ള സംഭവങ്ങൾ വരുമ്പോഴൊക്കെ സ്കേപ്പ് ഔട്ട് ചെയ്യുന്നത് ജൂനിയർ ഡോക്ടർമാരെ, നഴ്സുമാരെയൊക്കെയാണ് നമ്മള്. പക്ഷെ ശരിക്കും ഇങ്ങനത്തെ വിഷയങ്ങളിൽ ഉത്തരവാദിത്തം വഹിക്കേണ്ടത് ആരാണ് സർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? വളരെ എളുപ്പത്തിൽ പറയാം. അവാർഡ് വാങ്ങിക്കാൻ ആരാ പോണത്? കേരളം 100 വർഷമായിട്ട് കേരളത്തിന് മുന്നിലൊരു സ്ഥാനമുണ്ട്. കഴിഞ്ഞ 10-60 വർഷമായിട്ട് കേരള മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നിലാണ്. 19 വർഷമായിട്ട് കേരള നമ്പർ 1 എന്ന് പേരുണ്ട്. പക്ഷെ ഇപ്പോഴും അതിന്റെ പഴയ അവാർഡ് വല്ലതും കിട്ടിയ മന്ത്രിയല്ലേ പോയി വാങ്ങിക്കുന്നത്? അപ്പൊ ഉത്തരവാദിത്തം മന്ത്രിക്ക് അവാർഡ് വാങ്ങാൻ മന്ത്രിയാണ് പോകണമെങ്കിൽ പ്രശ്നം വരുമ്പോൾ മന്ത്രിയല്ലേ കേൾക്കേണ്ടത്. പ്രശ്നം വരുമ്പോൾ ഏതെങ്കിലും പാങ്ങട് വില ഇട്ട് കൊടുക്കും. നമ്മള് ഒരു സ്കൂളിലൊരു ഉപകരണമില്ല. സ്കൂളിൽ ബെല്ലടിക്കാൻ പറ്റുന്നത് ബെല്ലില്ലാന്ന് ചോദിച്ചു. ബെല്ലടിക്കുന്ന തൊഴിലാളിയുടെ ഉത്തരവാദിത്തമാണ്. സ്കൂളിൽ ബെല്ല് വാങ്ങാൻ ഹെഡ് മാസ്റ്റർ ഉത്തരവാദിത്തമാണ്. ഇടയ്ക്ക് അടിക്കാൻ ഒരു ബെല്ലില്ലെന്ന് പറഞ്ഞാൽ ബെല്ലടിക്കുന്നതിന് അവന്റെ കുഴപ്പമാണെന്നുണ്ട് കാര്യമുണ്ട്. ബെല്ലുണ്ടെന്ന് ഉറപ്പ് വരുമ്പോൾ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു. അത് അവിടുത്തെ ഹെഡ് മാസ്റ്റർ ഉത്തരവാദിത്തമാണ്. പക്ഷേ അവാർഡ് കിട്ടുമ്പോൾ സ്കൂൾ ഹെഡ് മാസ്റ്റർ പോയി വാങ്ങിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇതാണിപ്പോ കേരളത്തിൽ നടക്കുന്നത്. ഉറപ്പായിട്ടും സാർ. ഇങ്ങനെ ഇത്തരം ഇപ്പൊ സാർ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ വകുപ്പാണെങ്കിലും ആരോഗ്യ വകുപ്പാണെങ്കിലും ഇങ്ങനെയുള്ള ഇത്രയും ഇതായിട്ടുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നവർക്കെങ്കിലും ഒരു പ്രാഥമിക വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലും ഒരു യോഗ്യതയുള്ളവരായിരിക്കണം എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മുടെ കേരളം മാറേണ്ട സമയം കഴിഞ്ഞില്ലേ സാർ? യോഗ്യത ഉള്ളവരായാൽ നല്ലതാണ്. അതിന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. വലിയ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവരും ഭരണത്തിൽ മികവ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ പൊതുവെ ഒന്നുമില്ലെങ്കിൽ ഈ മന്ത്രിമാരായി കഴിയുമ്പോൾ അവർ 2-3 ആഴ്ച ഇപ്പൊ ഞാൻ WHO കയറിയ ആളാണ് 99. ഞങ്ങൾക്ക് ആദ്യത്തെ 3 ആഴ്ച ഇൻഡക്ഷൻ ട്രെയിനിങ് ആണ്. പിന്നെ എല്ലാ 6 മാസവും ട്രെയിനിങ്. ഞാൻ ഡോക്ടറാണ്. ഞാൻ പഠിച്ച വിഷയങ്ങളാണ് ഞാൻ WHO ചെയ്യുന്നത്. പക്ഷെ എന്നെ റീട്രെയിൻ ചെയ്യും. അതുപോലെ മന്ത്രിമാരെ ആദ്യത്തെ 1 മാസം ഈ വകുപ്പാട് യാതൊരു ബന്ധമില്ലാത്തവരെ പഠിപ്പിക്കണം. ഈ മന്ത്രിമാരായ വിചാരം എന്താണ്? പിറ്റന്നോട്ട് അവർക്ക് എല്ലാം അറിഞ്ഞു. ആരോഗ്യമന്ത്രിയായി കഴിഞ്ഞാൽ ഇന്നോട്ട് ആരോഗ്യമില്ല എനിക്കറിയാം. ഇപ്പൊ 43 വർഷമായി ഞാൻ മെഡിക്കൽ കോളേജ് ചേർന്നു. 43-ാമത്തെ വർഷമാണ്. എനിക്കിപ്പോഴും മനസ്സിലാകാത്ത വിഷയങ്ങളും പ്രശ്നങ്ങളും നമ്മൾ പുതിയതായിട്ട് വീണ്ടും പഠിക്കും, ചോദിച്ച് മനസ്സിലാക്കും, നമ്മൾ പഠിപ്പിക്കും. ഇങ്ങനെയാണ് മേഖല ഇമ്പ്രൂവ് ചെയ്യുന്നത്. മന്ത്രിയാകുമ്പോൾ പെട്ടെന്ന് MBBS, MD, MCH, DM എല്ലാം ഒരുമിച്ച് കിട്ടും. ഇത് കിട്ടിയാൽ തന്നെ കാര്യമുണ്ടോ? അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിവുകേട് നമ്മൾ മനസ്സിലാക്കുകയും അറിവിന്റെ കുറവ് മനസ്സിലാക്കുകയും അറിവുള്ളവരെ കൂടെ ചേർക്കണം. അപ്പൊ അവർ പറയും. ഇപ്പൊ ഞാൻ UDF ഹെൽത്ത് കമ്മീഷൻ ചെയർമാനായിരുന്നു. ഞാൻ റിപ്പോർട്ട് കൊണ്ടുപോകും. അതിനകത്ത് എനിക്ക് മാത്രമേ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലാലിന്റെ റിപ്പോർട്ടായി UDF 500 വിദഗ്ധരാണ് ഉൾപ്പെടുത്തി. അതിനകത്ത് ഡോക്ടറുണ്ട്, നഴ്സുണ്ട്, ആശാ വർക്കർമാരുണ്ട്. ആശാ വർക്കർമാരെ പ്രശ്നം ഡോക്ടറിന് പറയാൻ പറ്റും. ആശാ വർക്കർ നേതാവിനെ കൊണ്ട് ഞാൻ പഠിച്ചത് അവരോട് ചോദിച്ചാൽ പഠിച്ചത്.
എല്ലാം കൂടെ ചേർന്നിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കും. അല്ലെ SSL മാത്രമേ ചെയ്യാൻ പറ്റൂ. ഞാൻ ഡോക്ടർ ഇക്ബാലിനെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ ഇക്ബാൽ പൊളിറ്റിക്കലായിട്ട് നമ്മുടെ എതിർ നിൽക്കുന്ന ആളാണ്. പ്രശ്നം പക്ഷെ അദ്ദേഹത്തിന്റെ അറിവ് നമ്മൾ ഉപയോഗിക്കണ്ടേ? അദ്ദേഹം പറയുന്നത് CPM കാരനായിട്ട് അയാൾ പറഞ്ഞ എല്ലാം തെറ്റാന്ന് പറയാൻ പറ്റും. ഡോക്ടർ രാമൻകുട്ടിയുണ്ട്, പഴയ മുഖ്യമന്ത്രി അച്യുതൻ സാറിന്റെ മകൻ, എന്നെ പഠിപ്പിച്ച അധ്യാപകനാണ്. ലെഫ്റ്റ് പൊസിഷൻ എടുത്തിരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് അറിയുന്ന കാര്യം എനിക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. അപ്പൊ ഞാൻ അദ്ദേഹത്തിനെ കൂടെ ചോദിച്ച് മനസ്സിലാക്കണ്ടേ? ഇത് ഇവർക്കില്ല. എന്റെ ഈ ആരോഗ്യവകുപ്പിൽ നിന്ന് എന്നെ കൂടെ ഉൾപ്പെടുത്താൻ പല കമ്മിറ്റിയിൽ നിന്ന് എഴുതി ഒരു മന്ത്രിയെ വെട്ടുന്നത്. എനിക്ക് അതിനകത്ത് താല്പര്യം ഇല്ല, നമ്മൾ അതിനകത്ത് പരാതിയില്ല. പക്ഷെ ഇതാണ് അവർ ചെയ്യുന്നത്. കേരളത്തിൽ എനിക്ക് നന്നായി അറിയാണ്. ഞാനിപ്പോ പല രാജ്യങ്ങളിൽ വർക്ക് ചെയ്തു, WHO വർക്ക് ചെയ്തു, CDC ആയിട്ട് അടുത്തിടപഴകിണ്ട്. CDC ഞാൻ അങ്ങോട്ട് പോയി ലെക്ചർ കൊടുക്കാൻ അമേരിക്കയിലൊക്കെ അവിടെ പ്രസന്റേഷൻ നടത്തുമായിരുന്നു. കേരളത്തിൽ CDC തുടങ്ങാനായിട്ട് എന്റെ പേര് പലരും നിർദ്ദേശിച്ചു. കാരണം CDCയിൽ പരിചയവും പോകുന്ന ഒരാൾ ഞാൻ മാത്രം. താഴെ നെയ്ത് വരുമ്പോൾ എന്റെ പേര് വരുമ്പോൾ വെട്ടും. അപ്പൊ ഇവിടെ CDC കൈകാര്യം ചെയ്യുമ്പോൾ ഒരാൾ ഒരു CDC കണ്ടിട്ടില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എല്ലാത്തിലും രാഷ്ട്രീയം കൂട്ടിക്കലർത്തുമ്പോ ശരിക്കും രാഷ്ട്രീയത്തിലൂടെ മാത്രമാണ് ചെയ്യുന്ന കാര്യം. രാഷ്ട്രീയം നോക്കിയിട്ടാണ് വിഷയം രാഷ്ട്രീയമാണ്, അല്ലാതെ അറിവല്ല. അതെ, ചിലപ്പോ ഒരു മെഡിക്കൽ ഓഫീസർ അവരുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട് ചെല്ലുമ്പോൾ എന്ത് കഷ്ടമാണ്, ഒന്നും അറിയാത്ത ഒരു പ്രൈവറ്റ് സെക്രട്ടറിയുടെ അടുത്ത് ചെന്നിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇത്രയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അത്രയും പവറും ഉള്ള ഒരു മനുഷ്യൻ ചെന്നിട്ട് കാത്തുകെട്ടി കിടക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. പ്രൊഫസർമാർ പോയി കാത്തിരിക്കുവായിരുന്നു. അവര് വീഴ്ചക്കാരും പോകാറില്ല. ഇപ്പൊ അവരവസ്ഥയിൽ നിന്നൊക്കെ വരുമ്പോഴത്തേനും ഇപ്പൊ വയറ്റിൽ കത്രിക കാണപ്പെട്ട സ്ത്രീക്ക് വർഷങ്ങൾക്ക് മുമ്പ് വേറൊരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ കണ്ട മസ്കിറ്റോ കത്രിക അന്ന് വെച്ചതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ. ഇവരെ കൊണ്ടൊക്കെ ഈ മന്ത്രി പറയിക്കുന്നതാണ്. പല അഭിപ്രായം. മെഡിക്കൽ കോളേജിൽ പ്രശ്നം ഉണ്ടായാലും കെട്ടിടം ഇടിഞ്ഞു വീണാലും സൂപ്രണ്ട് പറയും നിങ്ങൾ ഏക്കാൻ പറയും. ഈ പാവങ്ങൾ ഏക്കുന്നതാണ്. അത് CPM പാർട്ടി വരട്ടി ചെയ്യിക്കുന്നതാണ്. ഇനി അഥവാ കത്രിക UDF ഭരണ സമയത്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. UDF കത്രികയാകും, UDF രോഗാണു LDF രോഗാണു ഉണ്ട്. ഇത് വിവരക്കേടാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ആരുടെ കാലത്ത് പ്രശ്നം ഉണ്ടായാലും പരിഹരിക്കേണ്ടത് നമ്മളല്ലേ. ഞാനൊരു സ്കൂളിന്റെ പ്രധാന അധ്യാപകനാണ്. അവിടെ എന്താ പ്രശ്നം? 25 റിട്ടയർ പോയി അങ്ങനെ കുഴപ്പമൊന്നുണ്ട് കാര്യമുണ്ട്. ഞാനല്ല എന്നാ പിന്നെ ഈ പണി ചെയ്യരുത്. അല്ല സാർ, ഇതിപ്പോ അങ്ങനെ 5 വർഷം മുന്നുള്ള കത്രികയാണെങ്കിൽ പോലും ഈ റീസെന്റ് ആയിട്ട് പുള്ളിക്കാരിക്ക് ഒരു സർജറി കഴിഞ്ഞല്ലോ. അപ്പൊ ഈ സർജറി സമയത്ത് ഈ കത്രിക അകത്ത് കണ്ടപ്പോ അതവിടെ ഇരുന്നോട്ടെ, ഇത് UDFന്റെ കത്രികയാണെന്ന് വെച്ചിട്ട് പിന്നെയും വെച്ച് തുന്നി കെട്ടിയതായിരിക്കും. അതല്ല, ഇവര് ഈ അപകടം സംഭവിക്കാം. പ്ലെയിൻ പറത്തിയാൽ അപകടം സംഭവിക്കാം. ഏറ്റവും പുതിയ പ്ലെയിനിൽ ശസ്ത്രക്രിയയിൽ അപകടം പറ്റിക്കൂടാ. കാരണം ഇപ്പൊ ഡോക്ടറിന് പറയാൻ ഞാൻ 10,000 സർജറി ചെയ്തപ്പോൾ ഒരിക്കലേ പറ്റിയിട്ടുണ്ട്. അത് ഡോക്ടറിന്. പക്ഷെ കിട്ടിയ രോഗിക്കോ? അതുകൊണ്ട് അവിടെ ഇപ്പൊ അവര് ഗുരുതര രോഗാവസ്ഥയിലാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതൊരു എന്റെ വീട്ടിൽ അതൊരു കത്തിയുണ്ടെന്ന് പറഞ്ഞാൽ കത്തിരിക്കുന്നത് എനിക്ക് അല്ല, കത്തിരിയല്ല ആർട്ടറി ഫോഴ്സപ്സ്, മസ്കിറ്റോ എന്ന് പറയുന്നത് ആർട്ടറി ഫോഴ്സപ്സ് അഞ്ചിക്കുന്നത്. അത് എന്റെ വയറ്റിനകത്തിരുന്ന ബുദ്ധിമുട്ട് എനിക്ക് കണ്ടു നിൽക്കുന്നവർക്കാ. ഞങ്ങൾ 1,00,000 പേര് എന്റെ വയറ്റിലല്ലേ ഉള്ളതുകൊണ്ട് കാര്യമുണ്ടോ? അപ്പൊ അവിടെയാണ് അത് മന്ത്രി അങ്ങനെയൊന്നും അല്ല പറയിക്കേണ്ടത്. മന്ത്രി ആദ്യം പറഞ്ഞ എന്റെ ഉത്തരവാദിത്വം എനിക്കാണ്. ഞാനല്ല ഓപ്പറേഷൻ ചെയ്തത്, പക്ഷെ ആരോഗ്യവകുപ്പ് നയിക്കുന്നത് ഞാനാണ്. ഏറ്റവും നല്ല ലീഡർ എന്ന് പറഞ്ഞാൽ പ്രശ്നം വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും നന്മ വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം എല്ലാവരും കൊടുക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ലീഡറിന്. ഇവർ സർജറി ചെയ്ത് ഞാനെല്ലാം നല്ലവർ പറയേണ്ടത് ശരിയാണ്. പക്ഷെ ഇതിന് ഉത്തരവാദിത്വം ആരോഗ്യ നിലയ്ക്ക് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ പരിഹരിക്കും. അത് പറയാൻ കഴിയണം. പക്ഷെ ഇന്ന് മാധ്യമങ്ങളോടൊക്കെ ആരോഗ്യമന്ത്രി പ്രവർത്തിച്ച ഒരു രീതി എന്ന് പറയുന്നത് ഭയങ്കര പൊട്ടിത്തെറിച്ചുകൊണ്ടായിരുന്നു അവരുടെ പല പ്രതികരണങ്ങളും പുറത്തു വന്നത്. ഞാനത് കണ്ടു. അവരൊരു മാധ്യമ പ്രവർത്തകയായിരുന്നല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു പോയി. അവരത് പറയുന്നുണ്ട്. മാധ്യമങ്ങൾ വാർത്ത വളച്ചൊടിക്കുന്നത് ഞാനും ഈ പണി ചെയ്തതാണെന്ന് അവർ പറയുന്നുണ്ട്. അതൊരു കഷ്ടമാണ്. അങ്ങനെ മാധ്യമങ്ങളെ എങ്ങനെ നാണം കെടുത്തുക. അതെ, ഉറപ്പായിട്ടും സർ. എനിവേ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സർ.